8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങുന്നത്. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാനുള്ളതിന്റെ പരമാവധി തന്നെ ചെയ്യും. സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന കൊല്ലം AEO ആന്റണി പീറ്ററിൽ നിന്ന് ഉടൻ വിശദീകരണം തേടുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന AEOയിൽ നിന്നും ഉടൻ വിശദീകരണം തേടും. അതായത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ DEO പെൻഷനായിരുന്നു. അത് കാരണം കൊല്ലം AEO ആന്റണി പീറ്ററിനായിരുന്നു DEOയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. അപ്പോൾ അധിക ചുമതല ഉണ്ടായിരുന്ന ആന്റണി പീറ്ററിനോടായിരിക്കും വിശദീകരണം ചോദിക്കുന്നത്. ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശദീകരണം ആവശ്യമാണ്. നടപടിയെടുക്കാതിരിക്കാൻ കാരണം കാണിച്ച് മാനേജ്മെന്റിന് നോട്ടീസ് നൽകും. നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുന്റെ കുടുംബത്തിന് മികച്ച വീട് വെച്ച് നൽകും. ഇളയ കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസം നൽകും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കാനും തീരുമാനിച്ചു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി, മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയവരുടെ ഉന്നതതല യോഗം ഇന്ന് രാവിലെ മന്ത്രിയുടെ ചേംബറിൽ ചേർന്നിരുന്നു. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ PD അക്കൗണ്ടിൽ നിന്നും മിഥുന്റെ കുടുംബത്തിന് അടിയന്തരമായി 3 ലക്ഷം രൂപയുടെ ധനസഹായം നൽകും. സ്കൂളിൽ PTA പുനഃസംഘടിപ്പിക്കാനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.